ഹൗസിൽ ടാസ്കുകൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറി ഗംഭീരമായിട്ട് ടാസ്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു പരാതികളും പരിഭവങ്ങളുമായിട്ട് നമ്മുടെ തൊഴിലാളികളും യൂണിയൻ നേതാവും എല്ലാവരും ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. നമ്മുടെ യൂണിയൻ നേതാവായിട്ടുള്ള അക്ബറിനാണ് കൂടുതൽ പരാതികൾ. കാരണം അക്ബറിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ മുതലാളിയായ നൂറയുടെ ടാസ്ക് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം. കാരണം ടാസ്ക് നൂറ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നൂറയ്ക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് നൂറയ്ക്ക് എന്തായാലും ഉണ്ടാവുമെന്ന് അക്ബറിനറിയാം. അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ ടാസ്ക് നന്നായിട്ട് ചെയ്യുകയാണ്. അക്ബർ ഏത് വിധേനയും ടാസ്ക് വൈകിപ്പിക്കാനും സമയം ചെലവഴിക്കാനും ശ്രമിക്കുന്നുണ്ട്. അക്ബർ ഏത് ടാസ്കിൽ പങ്കെടുത്താലും അവിടെ ഒരു അടി ഉറപ്പാണല്ലോ. അതേപോലെ തന്നെ അടിക്കും വഴക്കിനുമുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം അക്ബർ വെറുതെ ഇരിക്കുന്നില്ല. അക്ബറിന് തലയിൽ ഉദിക്കുന്ന ബുദ്ധികളെല്ലാം പരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നൂറയുടെ ടാസ്ക് കുളമാക്കാനായിട്ട്. കോയിൻസിന് വേണ്ടിയുള്ള തർക്കമാണിവിടെ. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് കോയിൻസ് കിട്ടിയിട്ടില്ല. കൂടുതലായിട്ട് നമ്മുടെ ജിഷിൻ പറയുന്നുണ്ട്, ഞാൻ മേഡത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്, മേഡത്തിന് വേണ്ടിയാണ് ഞാൻ ഈ 1.5 മണിക്കൂർ എൻ്റെ വായിട്ടലച്ചത്, എന്നിട്ട് ഞാൻ ഡിസർവിങ് ആണ്, എന്നിരുന്നാലും എനിക്ക് മേഡം കോയിൻസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് എനിക്ക് തരാൻ തോന്നുന്നില്ല, നിങ്ങൾ അക്ബറും താങ്കളും സമയം ഒരുപാട് കളഞ്ഞു അനാവശ്യമായിട്ട്, ആ സമയമെല്ലാം ടാസ്കിനായിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്നാണ് നമ്മുടെ നൂറ പറയുന്നത്. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. നൂറ നേരെ അത് ലക്ഷ്മിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ ടൈം കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി അത് ഏറ്റുപിടിച്ച് പറയുന്നു, അതെ നിങ്ങൾ ഞങ്ങളുടെ സമയം കളഞ്ഞു, ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേട്ടതും അക്ബറും ലക്ഷ്മിയുമായി പിന്നെ അടുത്ത അടി. ഗംഭീരൻ മുട്ട വഴക്കുമായിട്ട് നമ്മുടെ അക്ബറും ലക്ഷ്മിയും സംസാരിക്കുകയാണ്. അതിനിടയിൽ അക്ബർ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നിൻ്റെ മടിയിൽ ഞാൻ ഇരുന്നോ, നിന്നെ ഞാൻ ശല്യപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ആകെ ദേഷ്യപ്പെട്ട് ലക്ഷ്മി ഉറഞ്ഞു തുള്ളി വരുന്നുണ്ട് അക്ബറിന് നേരെ. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അക്ബർ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക, ഏത് വാക്കും എന്നോട് പറയാം എന്ന് താങ്കൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആകെ സീനാകുന്നുണ്ട്. ഇതുവരെ കാണാത്ത ലക്ഷ്മിയുടെ മുഖങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരാണ് എന്നും എല്ലാം ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അത് ആരെ ഉദ്ദേശിച്ചാണെന്നറിയില്ല. എന്നിരുന്നാലും ലക്ഷ്മിയുടെ വായിൽ നിന്നും ഈ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. ഈ വഴക്ക് മൂത്തപ്പോൾ ആര്യൻ ഓടിച്ചെന്ന് അക്ബറിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. കാരണം അക്ബറിനെ പിടിവിട്ടാൽ അവിടെ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോകും എന്നതുകൊണ്ട് ആര്യൻ അതിൽ ഇടപെടുന്നുണ്ട്. അക്ബറിനെ മാറ്റി ഒരു സ്ഥലത്തിരുത്തുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിക്ക് പറയാനുള്ളതൊക്കെ ലക്ഷ്മി പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലും വലിയ കാര്യമായിട്ട് ഇടപെടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കോയിൻസിന് വേണ്ടിയിട്ടുള്ള തർക്കമാണ് പറയുന്നത്. കോയിൻസ് കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ ജിഷിനും അക്ബറും എല്ലാം പറയുന്നത്. നന്നായിട്ട് ടാസ്ക് ചെയ്ത കുറച്ച് പേർക്കൊക്കെ നൂറ ഗോൾഡ് കോയിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മനഃപൂർവ്വം ടാസ്ക് വൈകിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അക്ബറിനോടും ജിഷിനോടും നൂറ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ നൂതില ചെരുപ്പ് ഫാക്ടറിയിലെ ടാസ്ക് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടാസ്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ട് പോകുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക.